വിദ്യാസ് GST അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം GST ആനുവൽ റിട്ടേണിനെ കുറിച്ചാണ്. 2023-24 ആനുവൽ റിട്ടേൺ നമുക്ക് എല്ലാവർക്കും അറിയാം, December 31 ആണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെക്ഷനാണ്. എല്ലാ ടേബിളും എങ്ങനെയാണ് കറക്റ്റായിട്ട് എൻട്രി ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെക്ഷനാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. അതായത് 2 കോടി വരെ ഉള്ള രജിസ്റ്റേർഡ് ഡീലറിന് 2 കോടിക്ക് താഴെയാണ് ടേൺ ഓവർ എങ്കിൽ ആനുവൽ റിട്ടേൺ നിർബന്ധമല്ല, അവർ എക്സംപ്റ്റഡ് ആണ്. അതുപോലെ 2 കോടിക്കും 5 കോടിക്കും ഇടയിൽ ടേൺ ഓവർ ഉള്ള രജിസ്റ്റേർഡ് ഡീലേഴ്സാണ് GSTR 9 ഫില്ല് ചെയ്യേണ്ടത്. 5 കോടിക്ക് മുകളിലുള്ളവരെല്ലാം തന്നെ GSTR 9-ഉം 9C-യും ഫില്ല് ചെയ്യണം. ഇത് പാൻ ബേസ്ഡ് ആണ്. അതായത് ഒരു 2-3 രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ ബേസിസിലാണ് നമ്മൾ 9-9C-യും ഫില്ല് ചെയ്യേണ്ടത്. സപ്പോസ് ഒരു രജിസ്ട്രേഷനിൽ 1 കോടിയേ ഉള്ളൂ, മറ്റ് രജിസ്ട്രേഷനിൽ 4 കോടി ഉണ്ടെങ്കിൽ അവർ ഈ ഒരു 9-ഉം 9C-യും ഫില്ല് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം. കൂടാതെ അതിൻ്റെ ലേറ്റ് ഫീ 5 കോടി വരെ ആണെങ്കിൽ നമുക്ക് 2 കോടിക്കും 5 കോടിക്കും ഇടയിലുള്ള ടേൺ ഓവർ ഉള്ളവർക്ക് ഒരു ദിവസം 50 രൂപ വെച്ചാണ് ലേറ്റ് ഫീ വരുന്നത്. അതുപോലെ 5 കോടിക്കും മുകളിലാണെങ്കിൽ അത് 100 രൂപയാണ് ഒരു ദിവസം വരുന്നത്. 5 കോടി വരെ 50 രൂപയും 5 കോടിക്ക് മുകളിലാണെങ്കിൽ 100 രൂപയും അത് 20 കോടിക്ക് മുകളിലാണെങ്കിൽ 200 രൂപയും അങ്ങനെ 0.04 0.5% ഓഫ് ടേൺ ഓവർ ഈ രീതിക്ക് അതിൻ്റെ മാക്സിമവും വരും. അതിൻ്റെ ടേൺ ഓവറിൻ്റെ മാക്സിമം 0.04 ഓഫ് ടേൺ ഓവറിൻ്റെ മാക്സിമം വരും. അതുപോലെ 0.04% ഓഫ് മാക്സിമം ടേൺ ഓവർ വരും 5 കോടി വരെ ഉള്ളവർക്കും, 2 കോടിക്കും 5 കോടിക്ക് ഇടയിലുള്ളവർക്കും, 5 കോടിക്ക് മുകളിലുള്ളവർക്കും. അത് 20 കോടിക്ക് മുകളിലാണെങ്കിൽ 0.5% ഓഫ് ടേൺ ഓവർ ആണ് അതിൻ്റെ മാക്സിമം ലേറ്റ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായി ഒരു റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ടത്? GSTR 1 3B സമ്മറി, അത് ഇ-വേ ബില്ല്, ഇൻവോയ്സ്, അങ്ങനെയെല്ലാം നമ്മുടെ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മുടെ ബുക്ക് ITC, നമ്മുടെ ബുക്കിൽ ഡിക്ലെയർ ചെയ്ത ഔട്ട്വേർഡ്, അങ്ങനെ എല്ലാ ഡീറ്റെയിലും തന്നെ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്ത് ഒരു റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി വെച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാവൂ. അല്ലെങ്കിൽ നമുക്കതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. ഇത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ടേബിളിലാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ആനുവൽ റിട്ടേണിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പം ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പോർട്ടലിൽ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് കിട്ടും. അത് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്? നമുക്ക് ആ ഡേറ്റകളെല്ലാം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടും വെരിഫൈ ചെയ്യാനായിട്ടും ഒക്കെ കിട്ടും. അത് നമ്മൾ കൃത്യമായി വെരിഫൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് കുറച്ചുകൂടി ആക്യുറസി ഡാറ്റയിൽ കിട്ടും. ഇവിടെ നമുക്ക് ടാക്സ് ലയബിലിറ്റി അതർ ദാൻ എക്സ്പോർട്ട്, ടാക്സ് ലയബിലിറ്റി ഡ്യൂ ടു റിവേഴ്സ് ചാർജ്, ടാക്സ് ലയബിലിറ്റി ഡ്യൂ ടു എക്സ്പോർട്ട് ആൻഡ് സെസ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിംഡ് ആൻഡ് ഡ്യൂ other than import, input tax credit claimed and due import of goods, reverse tax liability declared and input tax credit claimed thereon. ഇങ്ങനെയുള്ള ഡാറ്റകളെല്ലാം തന്നെ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് കിട്ടും. അത് പ്ലസ് നമ്മൾ ഇ-വേ ബില്ല്, ഇൻവോയ്സ്, GSTR 1 3B, അതിൻ്റെ സമ്മറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ബുക്ക്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് റിക്കൺസിലേഷൻ നമ്മൾ നേരത്തെ കാണിച്ചുകൊണ്ട് തയ്യാറാക്കി വയ്ക്കുക. ഇനി നമുക്ക് നേരിട്ട് ആനുവൽ റിട്ടേൺ GSTR 9 കിടക്കാം. ഇവിടെ പോർട്ടലിൽ നമുക്ക് GSTR 1 3B സമ്മറി 8 ഇതെല്ലാം തന്നെ കിട്ടും. ഇതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ടേബിൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളിതിൽ ഏതൊക്കെ ടേബിളാണ്, നമുക്ക് ആദ്യം ഔട്ട്വേർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഔട്ട്വേർഡിൻ്റെ ടേബിൾ 4
ടാക്സബിൾ, ടേബിൾ 5 നോൺ ടാക്സബിൾ, അതിൻ്റെ പർട്ടിക്കുലർ ടാക്സ് ലയബിലിറ്റി 9, പിന്നെ സബ്സിക്വൻറ്റ് ഇയറിൽ നമ്മൾ ടേൺ ഓവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടെങ്കിൽ 10, 11 അതിൻ്റെ ഡിഫറൻസ് ടാക്സ് 14 റിഫ്ലക്റ്റ് ആകുന്നു. HSN സമ്മറി 17. ഇത്രയും ടേബിൾസാണ് നമ്മൾ ഔട്ട്വേർഡിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടേബിളിനെ പരിചയപ്പെടാം. നമുക്ക് 7 വർഷമായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ടേബിൾസിലെ മാറ്റങ്ങൾ ഞാൻ പറയാം. B2B, B2C, ഡീംഡ് എക്സ്പോർട്സ്, അഡ്വാൻസ്, റിവേഴ്സ് ചാർജ് ഇങ്ങനെയുള്ളതെല്ലാം തന്നെ നമുക്കറിയാം. ഇവിടെ പുതിയതായിട്ടൊരു ടേബിൾ വന്നിട്ടുള്ളത് സപ്ലൈസ് ഓൺ വിച്ച് ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് ആസ് പെർ സെക്ഷൻ 9(5) ഇൻക്ലൂഡിംഗ് അമെൻമെൻറ്റ്സ്. ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ ടു റിപ്പോർട്ട്. അപ്പോൾ ഇ-കോമേഴ്സ് ഓപ്പറേറ്ററിന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ G1 എന്നുള്ള ഒരു ടേബിള് കൂടുതലായിട്ട് ഈ വർഷത്തെ ആനുവൽ റിട്ടേണിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് സപ്ലയർക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സപ്ലയർ ഓൺ വിച്ച് ടാക്സ് ഈസ് ടു ബി പെയ്ഡ് ബൈ ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ ആസ് പെർ 9(5) സപ്ലയർ ടു റിപ്പോർട്ട് ഇതും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ടേബിൾസ്, പിന്നെ അമെൻമെൻറ്റ്സ്, അതിൻ്റെ ടോട്ടൽ ഇത്രയാണ് 4 ടേബിളിൽ വരുന്നത്. അതുപോലെ തന്നെ 5 ടേബിളിൽ നമുക്കറിയാം നോൺ ടാക്സബിൾ ഡീറ്റെയിൽസ് ആണ്. 0 റേറ്റഡ്, SEZ, എക്സംപ്റ്റഡ്, നില്ല്, നമ്മളിപ്പോൾ പറഞ്ഞ C1 ഇ-കോമേഴ്സിൻ്റെ സപ്ലയർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്, നോൺ GST സപ്ലൈ, എക്സംപ്റ്റഡ്, നില്ലൊക്കെ നമുക്ക് ക്ലബ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, അങ്ങനെ അതിൻ്റെ അമെൻമെൻറ്റ്സ്. അപ്പോൾ ഈ 4 പറഞ്ഞ എല്ലാ കറസ്പോണ്ടിങ് ടേബിൾസിൻ്റെ നോൺ ടാക്സബിൾ, എക്സംപ്റ്റഡ്, നിൽ റേറ്റഡ് ഡീറ്റെയിൽസ് കൂടി നമുക്ക് 5 നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് 4 ഇത് GSTR1 ടേബിൾ, GSTR1 നിന്നാണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് 4 വരുന്നത്. അപ്പോൾ സപ്പോസ് ഈ ഇൻവോയ്സോ ഒരു ബില്ലിൽ തന്നെ ടാക്സബിളും നോൺ ടാക്സബിൾ എക്സംപ്റ്റഡ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് അത് ഒരുമിച്ച് കയറി വന്നാൽ ഇവിടെ അത് ക്ലബ് ചെയ്തായിട്ടായിരിക്കും ഇത്, അതിൻ്റെ ഗ്രോസ് ആയിരിക്കും B2B, B2Cയിൽ ഉണ്ടാവുക. നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്പ്ലിറ്റപ്പ് ഇതിൽ സപ്പോസ് 4 ജനറേറ്റ് ആയിരിക്കുന്നത് ഇൻക്ലൂഡിങ് എക്സംപ്റ്റഡോ നോൺ ടാക്സബിളോ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഒരു സ്പ്ലിറ്റപ്പും കൂടി നമ്മൾ കൊടുക്കേണ്ടതാണ്. എക്സംപ്റ്റഡ് എത്രയാണ്, ഇപ്പോൾ ഈ ഒരു ഡീലറിന് എക്സംപ്റ്റഡ് നിൽ റേറ്റഡ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ടൈപ്പ് ചെയ്യാത്തത്. അവിടെ ഒരു സ്പ്ലിറ്റപ്പും കൂടി കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നീട് ഇതൊന്നും റിവൈസ് ചെയ്യാൻ പറ്റുന്നതല്ല, നമുക്കിത് എക്സംപ്റ്റഡ് ആണെന്ന് പിന്നീട് അത് പ്രൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം നമ്മുടെ ട്രാൻസാക്ഷനെ. ഫസ്റ്റ് സ്റ്റേജിലെ ട്രാൻസാക്ഷൻ 23, 24 ടേൺ ഓവർ നമ്മൾ 23, 24 തന്നെ എല്ലാം കാണിച്ചു, അതിലൊരു വ്യത്യാസവുമില്ല. എല്ലാം കറക്റ്റായിട്ട് നമ്മളൊന്നും സ്കിപ്പ് ചെയ്യാതെ ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാക്സ് ലയബിലിറ്റി ഇവിടെ നമ്മൾ പേ ചെയ്തു. അപ്പോൾ ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ വരികിൽ നമുക്ക് ഈ 3 IGST, CGST, SGST ഈ ഒരു 9 ടേബിളുമായിട്ട് ഇവിടെ ഇപ്പോൾ ടാലിയാണ്. അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ആകെ നമുക്കൊരു വ്യത്യാസം വരാൻ സാധ്യതയുള്ളത് നമ്മൾ 23, 22, 23 എന്തെങ്കിലും ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഇവിടെ 23, 24 നമ്മൾ 3B GSTR1 വഴിയാണെങ്കിൽ നമ്മൾ ആ ടേൺ ഓവർ ഇവിടെ കുറയ്ക്കേണ്ടി വരും. അല്ല ത്രൂ അമെൻമെൻറ്റ്സ് വഴിയാണെങ്കിൽ അത് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാലേ നമുക്കത് ഇവിടെ കറക്റ്റായിട്ട് ടാക്സ് ലയബിലിറ്റി നമുക്ക് ജനറേറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ 23, 24 ഡാറ്റകളെല്ലാം കറക്റ്റാണ്. അപ്പോൾ ആ രീതിക്ക് നമുക്കിത് ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് മറ്റ് അമെൻമെൻറ്റ്സുകൾ ഒന്നും തന്നെ ഇല്ല, നമ്മുടെ എമൗണ്ട് ഇവിടെ ടാലിയായി. അടുത്ത ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെക്കൻഡ് സ്റ്റേജ്, രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ 23, 24 ടേൺ ഓവർ 24, 25 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അപ് ടു സ്പെസിഫൈഡ് പീരീഡ്, അതായത് November 30th. ഒക്ടോബറിലെ റിട്ടേൺ നമ്മൾ November 11 ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത് 3B വഴി ടാക്സ് അടച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഓഫ് കോഴ്സ് നമ്മൾ ഈ ടേബിളിൽ 23, 24 ഈ 4 വരുന്നത്. 4 5 ജനറേറ്റ് ആകുന്നതും എല്ലാം നമ്മുടെ 23, 24 തന്നെ ചെയ്തതാണ്. സബ്സിക്വൻറ്റ് ഇയറിൽ ചെയ്യുന്ന
ടേൺ ഓവർ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് ടേബിൾ നമ്പർ 10-ലാണ്. പർട്ടിക്കുലേഴ്സ് ഓഫ് ദി ട്രാൻസാക്ഷൻസ് ഫോർ ദി ഫൈനാൻഷ്യൽ ഇയർ ഡിക്ലെയർഡ് ഇൻ റിട്ടേൺസ് ഓഫ് ദി നെക്സ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ ടിൽ ദി സ്പെസിഫൈഡ് പീരീഡ്. സ്പെസിഫൈഡ് പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് നവംബർ 30-ആണ്. അപ്പോൾ അതും ഞാനിവിടെ 1000 രൂപയാണ് എനിക്കവിടെ ഞാൻ നെക്സ്റ്റ് ഇയറിൽ കാണിച്ചത്. അത് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 14-ലും കൂടി കഴിഞ്ഞ വർഷം തൊട്ട് ഇത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ 14 ടേബിളിലും ജനറേറ്റ് ആവും. നമ്മൾ ഈ ഒരു പെയ്ഡ് കോളം മാത്രം അപ് ടു നവംബർ 30-നകത്ത് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും കൂടെ കാണിക്കുക. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞു 23, 24 തന്നെ നമ്മളെല്ലാം കാണിച്ചു. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ 23, 24, 24, 25 കാണിച്ചു. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ GSTR1 3B ഒന്നും കാണിച്ചിട്ടില്ല. എന്നാലും നമ്മുടെ ബുക്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത ടേൺ ഓവർ കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്. നവംബർ 30 കഴിഞ്ഞു, ഓഡിറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഡിസംബറിലാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ 4 ടേബിളിലാണ് അതിൻ്റെ എഡിറ്റ് ചെയ്ത് 9 ടേബിളിൽ കറസ്പോണ്ടിങ് ആയുള്ള ടാക്സ് ലയബിലിറ്റി കൂട്ടി DRC 03 വഴി ക്യാഷ് ലെഡ്ജർ വഴി അടയ്ക്കണം. ആ രീതിക്കാണ് നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റേജിൽ ചെയ്യേണ്ടത്. സപ്പോസ് B2C ഇവിടെ 69,75,000 ഉള്ളൂ, എന്നാൽ എനിക്കൊരു 79,000 അല്ലെങ്കിൽ ഒരു 80,000 കൂടുതലായിട്ട് എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യുക. അതുപോലെ കറസ്പോണ്ടിങ് ടാക്സ് ലയബിലിറ്റി നമ്മൾ ആഡ് ചെയ്യുക. B2Bയോ B2C ആണോ എവിടെയാണോ നമ്മളത് കൂടുതലായിട്ട് എൻ്റെ ബുക്കിലുള്ളത് അത് അവിടെ കൂട്ടുക. എന്നിട്ട് നമ്മളിവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ടാക്സ് ലയബിലിറ്റിയും ആ എമൗണ്ട് കൂട്ടിയിട്ട് DRC 03 വഴി ക്യാഷ് ലെഡ്ജർ വഴിയാണ് ഇത് അടയ്ക്കേണ്ടത്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആനുവൽ റിട്ടേൺ വഴി നമ്മളൊരു ഡാറ്റ ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ അഡീഷണൽ ലയബിലിറ്റി ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളത് ഈ DRC 03 വഴി ക്യാഷ് ലെഡ്ജർ വഴിയാണ് അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ GSTR 9 ഇൻസ്ട്രക്ഷനിൽ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി റിട്ടേൺ ടാക്സ് ഷാൾ ബി ഗിവൺ ആൻ ഓപ്ഷൻ ടു പേ എനി അഡീഷണൽ ലയബിലിറ്റി ഡിക്ലെയർഡ് ഇൻ ദിസ് ഫോം ത്രൂ DRC 03. DRC 03-ൽ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്യാനായിട്ട് ആനുവൽ റിട്ടേൺ കിട്ടും, 73 വോളണ്ടറി റീകൺസിലേഷൻ, അങ്ങനെ പലതും കിട്ടും. നമ്മൾ ആനുവൽ റിട്ടേൺ ഓപ്റ്റ് ചെയ്തിട്ട് ലയബിലിറ്റി ക്യാൻ ബി പെയ്ഡ് ത്രൂ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഓൺലി എന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് ലെഡ്ജർ വഴി മാത്രമേ അഡീഷണൽ ലയബിലിറ്റി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഒരു സിനാരിയോ എന്ന് പറയുന്ന സപ്പോസ് നമുക്ക് IGST, CGST, SGST അങ്ങോട്ടും ഇങ്ങോട്ടും ഹെഡ് മാറിപ്പോയി. IGSTക്ക് പകരം CGST, SGST കാണിച്ചു. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ IGSTയിൽ ലയബിലിറ്റി കൂട്ടി കാണിക്കുക, ടേബിൾ 9-ൽ കറസ്പോണ്ടിങ് ആയിട്ട് കാണിക്കുക. CGST, SGSTക്ക് നമ്മൾ കൂടുതൽ ക്യാഷ് ലെഡ്ജർ വഴി അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റീഫണ്ടിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തിരിച്ച് നമ്മൾ CGSTക്ക് പകരം IGST കാണിച്ചു. അങ്ങനെ വരികിൽ തിരിച്ച് നമ്മൾ എവിടെയാണോ നമ്മൾ കൂടുതൽ അടച്ചത് ആ ഒരു ഹെഡിൽ കുറവ് വന്നിരിക്കുന്ന ഹെഡ് ഏതാണോ അവിടെ നമ്മൾ അടച്ച് DRC 03 വഴി അടച്ചിട്ട് മറ്റ് ഹെഡിൽ നിന്ന് നമുക്ക് റീഫണ്ടിന് ക്ലെയിം ചെയ്യാം. അപ്പോൾ അതും നമ്മൾ ഈ ഒരു ആനുവൽ റിട്ടേണിൽ തന്നെ തിരുത്തണം, മറ്റ് ഓപ്ഷനൊന്നും നമുക്ക് ഇല്ല. അപ്പോൾ അതും നമ്മൾ വല്ല ഹെഡ് മാറിയിട്ടുണ്ടോ POS റൂൾ വെച്ചെന്ന് നമ്മൾ അതും കൂടി ചെക്ക് ചെയ്യേണ്ടതാണ്. അടുത്ത ഒരു സിനാരിയോ നമ്മൾ പറയാൻ പോകുന്നത് GSTR1 3B ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. GSTR1-ൽ കാണിച്ചു അല്ലെങ്കിൽ 3Bയിൽ ടാക്സ് അടച്ചു, അത് ഏത് രീതിക്ക് നമ്മൾ ആനുവൽ റിട്ടേണിൽ അതിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ടുവരും, കറക്റ്റായിട്ട് എങ്ങനെ അത് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ ഇവിടെ ഈ ക്ലയൻറ്റിന് 3Bയിൽ ടാക്സ് അടച്ചു. അതായത് ഓഡിറ്റ് ചെയ്തപ്പോൾ ഇവർക്ക് ഒരു 8 ലക്ഷം രൂപയോളം എക്സസ് B2Cയിൽ അവരുടെ സ്റ്റോക്കൊക്കെ വെച്ചിട്ട് കൂടുതൽ ഓഡിറ്റിൽ ടേൺ ഓവർ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ 3B വഴി ടാക്സ് അടച്ചു. എന്നാൽ അത് GSTR1-ൽ നമ്മൾ കാണിച്ചിരുന്നില്ല. എന്നാൽ ഇവിടെ 4 ടേബിൾ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് GSTR1 വഴിയാണ്, നമുക്കറിയാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് 3Bയിൽ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ടാക്സ് അടച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ടേബിളിലോട്ട് പോയാൽ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ CGST SGST IGSTയിൽ എനിക്ക് വ്യത്യാസമില്ല. CGST SGST 16,08,849 എന്നാൽ ഞാൻ 3Bയിൽ ടാക്സ് അടച്ചതുകൊണ്ട് 16,88,338 കിടക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയ വ്യത്യാസം ടേബിൾ 4ൽ അമെൻഡ് ചെയ്യണം. ടേബിൾ 4ൽ ഞാനത് തിരുത്തിയാൽ മാത്രമേ ആ ഒരു ടേബിൾ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ B2Cയിലാണ് ആ ഒരു അമെൻമെൻറ്റ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ 8,83,195 രൂപ ഞാൻ അവിടെ കൂട്ടും, എൻ്റെ ടേൺ ഓവറിൽ ഞാൻ അവിടെ ആഡ് ചെയ്തു. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ടാക്സ് ലയബിലിറ്റി 79,487 രൂപയാണ് എൻ്റെ ലയബിലിറ്റി CGSTയിൽ കൂടിയത്. ഞാൻ അത് കൂട്ടി. അപ്പോൾ CGST SGST കൂട്ടി, എൻ്റെ ടേൺ ഓവറും ഞാൻ ആഡ് ചെയ്തു, CGST SGST ആഡ് ചെയ്തു. അപ്പോൾ ആ കറസ്പോണ്ടിങ് 1688 തന്നെ എനിക്ക് ഇവിടെ എൻ്റെ നയനുമായിട്ട് ടാലിയായി. 1688,337, 1688,338 ആ റൗണ്ട് ഓഫും കൂടെ ആഡ് ചെയ്താണ് വന്നത്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ GSTR1 3B ഡിഫറൻസ് നമ്മളുടെ 23-24 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തത് ആ രീതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തിരുത്തേണ്ടതെന്ന്. സപ്പോസ് ഞാൻ GSTR1ൽ കാണിച്ചു, 3Bയിൽ കാണിച്ചില്ല, 3Bയിൽ ഞാൻ ടാക്സ് അടച്ചിട്ടില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ നമ്മൾ 4 ടേബിളിൽ ഒന്നും തിരുത്തേണ്ട ആവശ്യമില്ല. കാരണം ആ GSTR1ൽ നിന്ന് കറക്റ്റായിട്ട് ഡേറ്റ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്ന് കാണും. നമ്മൾ ആ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ഇവിടെ 9ൽ ഈ ഒരു ടാക്സ് ലയബിലിറ്റിയിൽ മാത്രം വ്യത്യാസം വരുത്തിയാൽ മതി. കൂടുതലാണോ കുറവാണോ, കുറവാണെങ്കിൽ നമ്മളത് കുറയ്ക്കുക, കൂടുതലാണെങ്കിൽ കൂട്ടുക. ആ രീതിക്കാണ് നമ്മളിവിടെ അമെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ 4ഉം 9ഉം കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയും സിനാരിയോസ് ആണ് ഞാനിവിടെ ഒരു 7-8 കാര്യങ്ങൾ ഈ ഒരു ഔട്ട്വേർഡുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് മേജറായിട്ട് നമ്മുടെ ഔട്ട്വേർഡിൽ കണ്ടുവരുന്നത്. GSTR1ൽ നിന്ന് എന്താണോ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തത് അത് 3B ആയിട്ട് മാച്ച് ആണോ നോക്കുക, നമ്മുടെ 4ഉം 9ഉം ക്രോസ് ചെക്ക് ചെയ്യുക. ഈ ഒരു ടേബിളിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെക്ക് ചെയ്യുക, നമ്മുടെ ടാക്സ് ലയബിലിറ്റി കറക്റ്റ് ആണോ എന്ന്. നമ്മൾ സബ്സിക്വൻറ്റ് ഇയറിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുക. 23-24 നമുക്ക് അമെൻമെൻറ്റുകളൊന്നും വരില്ല. സപ്പോസ് സബ്സിക്വൻറ്റ് ഇയറിലാണെങ്കിൽ 10 ലെവലിൽ കാണിക്കുക, 14ൽ അതിൻ്റെ ടാക്സ് റിഫ്ലക്റ്റ് ആവും. നമ്മൾ ഒരിടത്തും കാണിച്ചിട്ടില്ല, ഡിപ്പാർട്ട്മെൻറ്റിനും അറിയില്ല, GSTനും അറിയില്ല, നമുക്ക് മാത്രമേ ബുക്കിൽ ഇതിൻ്റെ ടേൺ ഓവർ കൂടിയ കാര്യം അറിയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 4ൽ വേണ്ട തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് 9ലും അതിൻ്റെ ലയബിലിറ്റി കൂട്ടിയിട്ട് നമ്മൾ DRC 03 വഴി ക്യാഷ് ലെറ്റർ വഴി അടയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഔട്ട്വേർഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇൻവേർഡ് ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. കൂടുതലും നമുക്ക് ഔട്ട്വേർഡിനെക്കാളും ഇൻവേർഡിലാണ് കൂടുതൽ സംശയങ്ങൾ കൂടുതൽ എപ്പോഴും വരുന്നത്. അപ്പോൾ എല്ലാ വർഷവും എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് വരാറുണ്ട്. കഴിഞ്ഞ വർഷം ക്രെഡിറ്റ് നോട്ട്സ് ഗ്രോസും നെറ്റുമായിട്ട് റീക്ലെയിം ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ആനുവൽ റിട്ടേണിൽ വന്നിരുന്നു. ഇപ്രാവശ്യം നമുക്ക് വരുന്നത് GSTR 2B ആണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം തന്നെ GSTR 2A വഴിയാണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തത്. അതിൻ്റേതായ റിഫ്ലക്ഷൻസും മാറ്റങ്ങളും ഈ വർഷത്തെ ആനുവൽ റിട്ടേണിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അത് എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ആ ഒരു റിഫ്ലക്ഷൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളുടെ ടേബിൾ 6, 7, 8 ഈ 3 ടേബിളിലായിട്ടാണ് നമ്മൾ ഇൻവേർഡ് ഡീറ്റെയിൽസ് കാണിക്കുന്നത്. അപ്പോൾ 6Aയിൽ നിന്നും നമുക്ക് ഓട്ടോ പോപ്പുലേറ്റ് ആവും ഡാറ്റ. നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ 3B സമ്മറിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ 3B സമ്മറിയിൽ ആണ് നമ്മുടെ ഈ ഒരു ITCയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ 6ൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് 17, 41, 98, 144, 17, 41, 98 ഈ ഒരു ടേബിളാണ്. 4A എന്ന് പറയുന്ന ഈ ഒരു ടേബിളാണ് ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 6th ടേബിൾ ഒരു ബൈഫർക്കേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് 6Bയിൽ.
പിന്നെ ഇതുമായിട്ട് ഇതിൽ ഇൻപുട്ട്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻപുട്ട് സർവീസ് അത് എല്ലാ ഹെഡിലും ഉണ്ട്. അപ്പോൾ ഇൻപുട്ടും ഇൻപുട്ട് സർവീസും നമുക്ക് ക്ലബ് ചെയ്ത് കാണിക്കാം. എന്നാൽ ക്യാപിറ്റൽ ഗുഡ്സിൽ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ നമ്മളിവിടെ സെപ്പറേറ്റ് തന്നെ ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. കാരണം അതിൽ പല 42, 43 ആയിട്ടുള്ള റിവേഴ്സലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഹെഡ്, ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഹെഡ് നമ്മൾ സെപ്പറേറ്റ് കാണിക്കുക. ഇൻപുട്ട് സർവീസും ഒരുമിച്ച് നമ്മൾ ഇൻപുട്ടിൽ കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരു 140 രൂപ എനിക്ക് RCM ഉണ്ട്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം. ഇവിടെ ഞാനത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് ബൈഫർക്കേഷൻ ഒന്നും എനിക്കിവിടെ ടൈപ്പ് ചെയ്യാനില്ല. അപ്പോൾ 1741,432 നിന്നും ഞാനൊരു 140 രൂപ കുറച്ചിട്ട് 1741,291 ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തത്. ഈ CGST SGSTയിൽ എനിക്ക് RCMO മറ്റ് ബൈഫർക്കേഷനുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ എമൗണ്ട് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ 6Bന്ന് 6Oയിൽ ആ എമൗണ്ട് തന്നെ തിരിച്ച് കറക്റ്റായിട്ട് ടാലിയായി. ടോട്ടൽ 1741 തന്നെ വന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ക്ലയൻറ്റിന് ഈ ഇത്രയും ഡാറ്റയെ ഈ 6 ടേബിളിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ളൂ. ഞാൻ അടുത്ത എൻ്റെ 7 ടേബിളിൽ പോയി. 7 ടേബിളിൽ എനിക്ക് ഇന്നെലിജിബിൾ ITC ഉണ്ട് 3079, 1415 രൂപയുണ്ട്. ഈ CGST SGSTയും IGST ഇന്നെലിജിബിൾ ITC ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ 7Jയും 4C ഈ ഒരു നെറ്റ് ITC നമുക്കിവിടെ ടാലി ആവണം. ഈ നെറ്റ് ITC ഈ ഫിഗറാണ് എനിക്ക് 7Jയിൽ ടാലി ആകേണ്ടത്. അപ്പോൾ അത് നമുക്ക് ടാലി ആയോ നോക്കാം. 1738,353 ആണ്. 1738 96,729 96,729. അപ്പോൾ എൻ്റെ 7 ടേബിളും ടാലിയായി. അടുത്ത ഞാൻ 8 ടേബിളിൽ വന്നു. 8 ടേബിളിൽ നമ്മൾ നോക്കണം. ഇവിടെ 8A എങ്ങനെയാണ്, ആദ്യം നമ്മൾ 8A ഡൗൺലോഡ് ചെയ്യണം. ഇവിടെയാണ് നമുക്ക് ആ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനിത് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഞാൻ 1756,295 അതാണ് ഇവിടെ ഈ ഒരു ടേബിളിലാണ് ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ എനിക്ക് 1741,290 ഇത് സമ്മപ്പ് ചെയ്യുമ്പോൾ 17,56,295 17,56,295 എൻ്റെ 8Aയിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ ഡിഫറൻസ് എടുത്തപ്പോൾ അവിടെ വന്നത് RCMും ക്രെഡിറ്റ് നോട്ടുമാണ്. അതിൽ മുൻവർഷത്തെ ഒരു RCM കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ 8Aയുടെ എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് എന്താണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു റീകൺസിലേഷൻ തയ്യാറാക്കി വെക്കണം. ഇതിൽ അപ്പം നമുക്ക് ആ ഒരു വ്യത്യാസം കറക്റ്റായിട്ട് ഭാവിയിൽ എന്തെങ്കിലും ഓഡിറ്റോ നോട്ടീസോ വന്നാൽ നമ്മൾക്ക് ആ ഒരു ബൈഫർക്കേഷൻ അറിഞ്ഞാലേ അതിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമ്മൾ 8A ഡൗൺലോഡ് ചെയ്തു, അതിൻ്റെ റീകൺസിലേഷൻ നോക്കി. ഈ 1741 അവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം നമുക്കറിയാം, നമ്മളത് ചെക്ക് ചെയ്തു. 17,41,291 ഇവിടെ 6Bയിലും ആ ഫിഗറാണ്, അതായത് RCM പോയിട്ടുള്ളതാണ് നമ്മുടെ 6Bയിൽ. ഈ 6Bയിലതാണ് ഇവിടെ നമുക്ക് 6B ഒന്നുകൂടെ നോക്കാം. 1741 ഈ ഒരു 3 ഫിഗറാണ് 8Bയിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ എൻ്റെ 24, 25 ഞാൻ 23, 24 ഒരു ITC ക്ലെയിം ചെയ്തിട്ടുണ്ട് 188 രൂപ 11 പൈസ. അതിവിടെ ഒരു നെഗറ്റീവ് ബാലൻസ് ആയിട്ട് വന്ന് കിടപ്പുണ്ട്. അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ റീസൺ, അതായത് നമ്മുടെ 23, 24 2B എന്ന് പറയുന്നത് ഏപ്രിൽ, അതായത് ആ മാർച്ച് വരെയുള്ള ഡാറ്റ മാത്രമേ ഇവിടെ നമുക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരികയുള്ളൂ. ഏപ്രിൽ തൊട്ടുള്ളത് നമുക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരില്ല. അവിടെ മാർച്ചിലെ ഡാറ്റ ഏപ്രിൽ 11 തൊട്ട് അവിടെ കട്ടാകുന്നു.
സബ്സിക്വൻറ്റ് ഇയറിൽ എന്തെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, സബ്സിക്വൻറ്റ് ഇയറിലാണ് നമ്മുടെ 2B ജനറേറ്റ് ആയിട്ടുണ്ട്, നമ്മളത് നെക്സ്റ്റ് ഇയറിൽ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം 8Aയിലും 8Bയിലും ഈ ഒരു ഫിഗർ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ 2Bയിൽ 23, 24 2Bയിൽ ഇല്ല, 24, 25 2Bയിലാണുള്ളത്. അതാണ് ഞാൻ ക്ലെയിം ചെയ്തത്. എന്നാൽ എനിക്കതിവിടെ കാണിക്കണം. ITC on inward supplies other than imports and inward supplies liable to reverse charge but includes services received from CES received during the financial year but availed in the next finance. നമുക്ക് ആ വർഷം കിട്ടി, പക്ഷെ നമ്മൾ നെക്സ്റ്റ് ഇയറിലാണ് ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തതിന് പ്രകാരം നമ്മുടെ 2Bയിൽ ഇല്ലായിരുന്നു, നമ്മളത് കാണിച്ചത്. അങ്ങനെ വരുന്നതാണ് ഇവിടെ ഒരു നെഗറ്റീവ് ബാലൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇവിടെ ഒരു സസ്പെൻസ് ആയിട്ട് നമുക്കൊരു അഡ്വൈസറി വരികയുണ്ടായി. 9-ാം തീയതി ഈ GSTN നമുക്കൊരു അഡ്വൈസറി ഇറക്കി. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു അഡ്വൈസറി നോക്കാം. 8A 8Cയിലെ ആനുവൽ റിട്ടേണിനെ കുറിച്ച് ആ ഒരു ഡിഫറൻസ്, ശരിക്കും 8Dയിലാണ് ഡിഫറൻസ്, ഇവരെന്താണ് 8Aയിൽ 8Cയിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഓൾമോസ്റ്റ് ഈ അഡ്വൈസറിയുടെ ഓരോ ഹെഡും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഇൻകംപ്ലീറ്റും ഒരു ക്ലാരിറ്റി കുറവും നമുക്ക് ഉറപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ 12 ഇതൊന്നും നമുക്ക് നോക്കാം. ആസ് പെർ നോട്ടിഫിക്കേഷൻ നമ്പർ 12/2024 20/2024 അതാണ് നമ്മുടെ ആനുവൽ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടത്. അതിൽ പറഞ്ഞു GSTR 9 2B ആണ് ഈ വർഷം 23, 24 2B ആണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞു. ഫർദർ പിന്നെ എന്താണ് അവർ പറഞ്ഞത്? ഇൻ ടേബിൾ 8C ഓഫ് ഫോം GSTR 9 total value of ITC on inward supplies received during the financial year but availed in the next financial year up to specified period need to be filled manually. അപ്പം നമ്മൾ അത് മാനുവലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് പാരയിൽ പറയുന്നത് ഈ ഇന്ത്യൻ നോട്ടിഫിക്കേഷൻ പ്രകാരം GSTR 2B ആണ് 23, 24 ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ സബ്സിക്വൻറ്റ് ഇയറിലാണ് അത് നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അടുത്ത ഒരു കാര്യം പറയുന്നത് വേരിയസ് ടിക്കറ്റ്സ് ആർ റിസീവ്ഡ്, അവർക്ക് ഒരുപാട് ടിക്കറ്റ്സ് കിട്ടി. എന്തിനെക്കുറിച്ചാണ്? റിഗാർഡിംഗ് മിസ്മാച്ച് ബിറ്റ്വീൻ ദി വാല്യൂസ് ഓഫ് 8A ആൻഡ് 8C. 8A 8Cയുടെ ഒരു മിസ്മാച്ച് അവർക്ക് ഒരുപാട് വരുന്നുണ്ടെന്നുള്ള രീതിക്ക് ടിക്കറ്റ്സ് കിട്ടി GSTR 9ൽ. It is pertinent to mention that financial year 22-23 in table 8A of form GSTR 9 values are getting auto populated GSTR 2A. However 22-23 നമുക്ക് 2A ആണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരുന്നത്. എന്നാൽ 23-24 2B ആണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് to some extent in GSTR 9 of 23-24 values in 8A will be inflated in respect of 22-23. At the same time, values will be lower than expected in financial year 23-24. 22-23 23-24 വന്നു കാണും. Hence there will be a mismatch between the two tables. അങ്ങനെ ഈ 2B അനുസരിച്ച് വരുന്നത്, ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ മിസ്മാച്ച് വരും എന്നുള്ള രീതിക്ക് ഈ അഡ്വൈസറി തന്നെ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് GSTN ഈ ഒരു ആനുവൽ റിട്ടേൺ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു അഡ്വൈസറി ഇറക്കുന്നത്. അപ്പം അവർ തന്നെ ഇത് പറയുന്നു, ഇവിടെ മിസ്മാച്ചസ് വരുമെന്ന്. 8A ആൻഡ് 8C ഇത് തമ്മിലുള്ള മിസ്മാച്ചസ് വരും. അവർ കുറച്ച് സിനാരിയോസ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഈ ഫസ്റ്റ് സിനാരിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. ഇൻവോയ്സ് ഹാവിംഗ് ഫൈനാൻഷ്യൽ ഇയർ 23-24 ബട്ട് ദി സപ്ലയർ ഹാസ് റിപ്പോർട്ടഡ് ഇൻ GSTR 1 ആഫ്റ്റർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് മാർച്ച് 24. മാർച്ചിൻ്റെ GSTR 1ൻ്റെ ഡേറ്റ്, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 11-ാം തീയതിയാണ്. അത് ലാസ്റ്റ് ഡേറ്റ് അത് 12 മണിയാകുമ്പോൾ കട്ടാവും. ആസ് എ റിസൾട്ട് ദിസ് എമൗണ്ട് ഈസ് നോട്ട് ഓട്ടോ പോപ്പുലേറ്റഡ് ഇൻ ടേബിൾ 8A ഓഫ് GSTR 9. GSTR 9ൽ അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തിട്ടില്ല. ഫൈനാൻഷ്യൽ ഇയർ 23-24 വരാത്തത് കൊണ്ട് തന്നെ, കാരണം അത് 24-25 വന്നിട്ടുണ്ടാവുക. ബിക്കോസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് നെക്സ്റ്റ് ഇയർ 2B, അടുത്ത വർഷത്തെ 2Bയിൽ വരും. ഇത് എങ്ങനെയാണ്, ഹൗ ടു റിപ്പോർട്ട് സച്ച് ട്രാൻസാക്ഷൻ GSTR 9 ഓഫ് ഫൈനാൻഷ്യൽ 23-24. അപ്പോൾ ഇതിൽ സൊല്യൂഷൻ പറയുന്നത് taxpayers shall report such ITC in table 8C and table 30. 8Cയിലും 13ലും കാണിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇനി നമുക്ക് ഇൻ ദി സെയിം ലൈൻ വിത്ത് ഇൻസ്ട്രക്ഷൻസ് ടു ദി 8C ആൻഡ് ടേബിൾ 3 GSTR 9 ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഇങ്ങനെയുള്ള കേസ് നിങ്ങൾ 8Cയിലും 8Cയിലും ടേബിൾ 13 കാണിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു 188 രൂപ എൻ്റെ 23-24 ട്യൂബിയിലില്ല. 24-25 ആ അഡ്വൈസറിയിലെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ പ്രകാരം 24-25 അത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തത്. എന്നാൽ ഇൻവോയ്സ് 23-24 ആ അഡ്വൈസറിയിൽ പറഞ്ഞ പ്രകാരം ഞാനിവിടെ 188 രൂപ 11 പൈസ ഈ ഒരു 8Cയിൽ കാണിച്ചു. അപ്പോൾ എനിക്കവിടെ റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ബാലൻസ് ഇവിടെ ജനറേറ്റ് ആകുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഡിപ്പാർട്ട്മെന്റിനോട് പറയാനുള്ളത്, ഓഫ് കോഴ്സ് 9Cക്ക് ഓരോ ടേബിളിനും റീസൺ കൊടുക്കാനായിട്ട് അവിടെ ഫെസിലിറ്റി ഉണ്ട്. എന്നാൽ 2 കോടിക്കും 5 കോടിക്കും ഇടയ്ക്ക് ടേൺ ഓവർ ഉള്ളവർ 9C ഫില്ല് ചെയ്യാനായിട്ട് അവർ ഫില്ല് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഈ ഒരു ഡീലേഴ്സിനും ഇവിടെ ഈ 8Dയുടെ താഴെ ഒരു റീസൺ കൊടുക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി തീർച്ചയായിട്ടും GSTN ഉണ്ടാക്കണം. അങ്ങനെ ഒരു ഫെസിലിറ്റി ഈ ഒരു ടാക്സ് പേയേഴ്സിനും കൂടി നൽകേണ്ടത് അവർക്ക് ഒരു അവകാശമാണ്. കാരണം 8D ഡിഫറൻസ് കണ്ടാൽ ഉടനെ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യം ഈ 2 കോടിക്കും 5 കോടിക്കും ഇടയ്ക്കുള്ള ഡീലേഴ്സിനെ ബാധിക്കാതിരിക്കാനായിട്ട് ഇവിടെ ഒരു ഡിഫറൻസിന് ഒരു റീസൺ കൊടുക്കാനുള്ള ഫെസിലിറ്റി അടുത്ത വർഷത്തെ ആനുവൽ റിട്ടേണിലെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടി ഞാൻ ഒരു GSTനോട് ഡിപ്പാർട്ട്മെന്റിനോടും അഭ്യർത്ഥിക്കുന്നു. ഈ 188 രൂപയ്ക്ക് വേണ്ടി ഒരു നോട്ടീസ് വന്ന അതിന് ഡീലർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട്, അതുപോലെ ടാക്സ് പ്രാക്ടീഷണേഴ്സ് ബുദ്ധിമുട്ടുന്ന അവസ്ഥ, എന്തെല്ലാം കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ 188 രൂപയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാൽ ഇത് സിമ്പിളായിട്ട് ഇത് നെക്സ്റ്റ് ഇയർ 2Bയിൽ വന്നതുകൊണ്ട് ഇവിടെ ഈ ഒരു അഡ്വൈസറി പ്രകാരം നമ്മൾ എൻ്റർ ചെയ്തത് കൊണ്ടുമാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ സപ്പോസ് ഞാനിത് ഇവിടെ എൻ്റർ ചെയ്തില്ല, ഇത് എൻ്റെ നെക്സ്റ്റ് വർഷത്തെ ആണെങ്കിൽ ഇവിടെ ആ ഡിഫറൻസ് വരില്ല. എന്നാൽ എനിക്ക് അത് ടൈപ്പ് ചെയ്യാതിരുന്നാൽ ഈ അഡ്വൈസറി പ്രകാരം നിങ്ങൾ ഇവിടെ എന്തുകൊണ്ട് ടൈപ്പ് ചെയ്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നാമത് 8C മാൻഡേറ്ററി കോളമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളിവിടെ ഈ ഒരു എമൗണ്ട് അടിക്കാൻ നിർബന്ധിതരാകുന്നു. അല്ല, അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അവരവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചും യുക്തിക്കനുസരിച്ചും ചെയ്യുക. അടിച്ചു കൊടുത്താൽ 8D ഡിഫറൻസ് വരും, അടിച്ചു കൊടുത്തില്ലെങ്കിൽ 8D ഡിഫറൻസ് വരില്ല. എന്നാൽ ഡിപ്പാർട്ട്മെന്റ് നാളെ ഇത് അടിച്ചു കൊടുക്കാത്തതിന് ചോദ്യം ചെയ്യുമെന്ന് അറിയില്ല. ഇപ്പം നമുക്കും അവർക്കും ഒരു അഡ്വൈസറിയുടെ പിൻബലമുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പം ഈ സെയിം ഇവിടെയും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 13ലും നമ്മൾ അഡ്വൈസറി പ്രകാരം പോവുകയാണെങ്കിൽ 13ൽ കൊടുക്കണം. ഇവിടെ 188 ITC ഫോർ ദി പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയർ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്ത പോലെ ഫൈനാൻഷ്യൽ ഇയർ ടിൽ സ്പെസിഫൈഡ് പീരീഡ് ഈ 188 രൂപ ഇവിടെ കൊടുക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു അഡ്വൈസറിയിലെ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. നമ്മൾ വൈകി GSTR 1ൽ 23-24 ഡാറ്റ നെക്സ്റ്റ് ഇയറിലോട്ട് സ്കിപ്പ് ചെയ്താൽ നമ്മൾ എങ്ങനെ കാണിക്കും? അതിൻ്റെ റിഫ്ലക്ഷൻ, ഇതിൻ്റെ റിസൾട്ട് 8D ഡിഫറൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളൊരു ഡീറ്റെയിൽ ആയ റീകൺസിലേഷൻ നമ്മൾ 8Dയിൽ കാണിക്കുന്നു എന്നു ഒരു 8Cയിൽ ഡിക്ലെയർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീകൺസിലേഷൻ നമ്മളിവിടെ ഈ രീതിക്ക് 8D ഡിഫറൻസ് എന്തുകൊണ്ടാണ് നമുക്ക് വന്നത് എന്നുള്ള രീതിക്ക് നമ്മൾ അതൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. എക്സ്പ്ലനേഷൻ ടു GSTR 9 എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വന്നത്, 8A ഇത്രയാണ്, 8B ഇത്രയാണ്, 8Cയിൽ ഡിഫറൻസ് വന്നു. അതിന് ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോകുന്നത് സിൻസ് ടേബിൾ A 8A ആൻഡ് 8B is auto populated as per 23-24 or 2B only up to 31-3-24. 188 എന്ന് പറയുന്നത് ഈ ബോത്ത് ഹെഡ്സിലും 2B ഓഫ് 24-25 വന്നത്. ഇത് ഞാൻ ക്ലെയിം ചെയ്തത് സെക്ഷൻ 16(4) പ്രകാരം നവംബർ 30 ക്ലെയിം ചെയ്യാന്നുള്ള രീതിക്കാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് നമ്മളിതൊരു മാൻഡേറ്ററി കോളം ആയതുകൊണ്ട് ഞാൻ അവിടെ കാണിച്ചു. ഇത് ഇൻസ്ട്രക്ഷൻ അഡ്വൈസറി പ്രകാരവും GSTR 9 ഇൻസ്ട്രക്ഷൻ പ്രകാരവുമാണ് ഇത് ചെയ്തത്. ഈ രീതിക്ക് നമ്മൾ എല്ലാ ഹെഡിനും ഒരു 8D ഡിഫറൻസിൻ്റെ ഒരു റീകൺസിലേഷനും കൂടി നമ്മൾ തയ്യാറാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്.
ഫസ്റ്റ് സിനാരിയോ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്, കാരണം ഒരുപാട് പേര് ഇതിൻ്റെ ഡിഫറൻസ് വന്നാൽ എന്ത് ചെയ്യും, ഞാൻ 13-ൽ മാത്രം കാണിച്ചാൽ മതിയോ 8C കാണിക്കണോ, 8C കാണിച്ചാൽ ഡിഫറൻസ് വരുന്നു. അപ്പോൾ ഇതിന് ഒരു ഉത്തരമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് കാണിക്കാം, കാണിക്കാതിരിക്കാം, അഡ്വൈസറിയോടൊപ്പം പോകണമെങ്കിൽ കാണിക്കുക, അല്ലാത്ത രീതിയിൽ 8D ഡിഫറൻസ് വേണ്ടെന്ന് വെക്കുവാണെങ്കിൽ കാണിക്കേണ്ട. അപ്പോൾ അതിന് പർട്ടിക്കുലർ റിക്കൺസിലേഷനും റിപ്ലൈയും ഒക്കെ നമ്മളിപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കണം. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റീസൺ കൊടുക്കാൻ ഒരു കോളവും കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ചുകൂടി ഞാനിവിടെ പരാമർശിച്ചു. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ അഡ്വൈസറിയിൽ പറയുന്നത് ഇൻവോയ്സ് ബിലോങ്സ് ടു ഫൈനാൻഷ്യൽ ഇയർ 23-24 ITC ഹാസ് ബീൻ ക്ലെയിംഡ് ഇൻ ഫൈനാൻഷ്യൽ ഇയർ 23-24 ഡ്യൂ ടു പേയ്മെന്റ് നോട്ട് മെയ്ഡ് ടു സപ്ലയർ വിത്തിൻ 180 days. അതായത് റൂൾ 37, നമ്മൾ സപ്ലയറിന് 180 ദിവസത്തിനകത്ത് പേയ്മെന്റ് നൽകിയില്ലെങ്കിൽ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. അത് നമ്മൾ നവംബർ 30-നകത്ത് നമ്മൾ റിവേഴ്സ് ചെയ്യണം. എപ്പോഴാണോ നമ്മൾ സപ്ലയർക്ക് പേയ്മെന്റ് നൽകുന്നത് അപ്പോഴും മാത്രമേ നമുക്കത് റീക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ITC വാസ് റിവേഴ്സ്ഡ്. ആ രീതിക്ക് 23-24 നമ്മൾ ITC റിവേഴ്സ് ചെയ്തു ആസ് പെർ സെക്കൻഡ് പ്രൊവിസോർ ടു 16(2) ആൻഡ് ദിസ് ITC is reclaimed next year. 24-25 നമ്മൾ റീക്ലെയിം ചെയ്തത് ആഫ്റ്റർ മേക്കിംഗ് ദി പേയ്മെന്റ് ടു സപ്ലയർ. സപ്ലയറിന് പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ 24-25 ചെയ്തു. ഹൗ ടു റിപ്പോർട്ട് സച്ച് ട്രാൻസാക്ഷൻ ഇൻ GSTR 9 ഓഫ് ഫൈനാൻഷ്യൽ ഇയർ 23-24 എങ്ങനെയാണിത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു സിനാരിയോ. അപ്പോൾ അതിൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ദിസ് റീക്ലെയിംഡ് ITC shall be reported in table 6H of GSTR 9 6H for financial year 24-25. നമ്മൾ 23-24 ഒന്നും ചെയ്യേണ്ട, 24-25 GSTR 9 6H കാണിക്കാനാണ് ഇവിടെ ഈ ഒരു അഡ്വൈസറി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 8C 13 അത് കാണിക്കേണ്ട ആവശ്യമില്ല. 23-24 ഇവിടെ കാണിക്കേണ്ട, 6H നെക്സ്റ്റ് ഇയറിൽ മാത്രം കാണിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതുപോലെ സിമിലർ റിപ്പോർട്ടിംഗ് ആസ് ആപ്ലിക്കബിൾ ഫോർ ദി ITC റീക്ലെയിംഡ് 37A. 37A എന്താണെന്ന് നമുക്കറിയാം. ഇത് ജനുവരി 22 തൊട്ടെന്തോ പ്രാബല്യത്തിൽ വന്നതാണ്. ഈ ഒരു 37A റൂള് പ്രകാരം സപ്ലയർ 3Bയിൽ നമ്മൾക്ക് സപ്ലൈ ചെയ്തതിന് എഗെയിൻസ്റ്റ് ഉള്ള ഇൻവോയ്സ് GSTR അപ്ലോഡ് ചെയ്തിട്ട് അതിനെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്ന ടാക്സ് 3Bയിൽ അടച്ചിട്ടില്ല. സപ്ലയർ 3Bയിൽ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ITC അവൈൽ ചെയ്യാനോ യൂട്ടിലൈസ് ചെയ്യാനോ ക്ലെയിം ചെയ്യാനുള്ള അവകാശമില്ല. അങ്ങനെ വരുന്ന ITC നമ്മൾ സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ റിവേഴ്സ് ചെയ്തിട്ട് പിന്നീട് റീക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 23-24 ഒരു ബിൽ, സപ്പോസ് ഞാൻ 24-25 ഈ പേയ്മെന്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സപ്ലയർ അടയ്ക്കുന്നുമില്ല, 25-26 പേയ്മെന്റ് കൊടുക്കുകയോ സപ്ലയർ അടയ്ക്കുകയോ 37A പ്രകാരം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ 24-25 ഇത് വരില്ല, 25-26 വരുള്ളൂ. അപ്പോൾ എപ്പോഴാണോ ഇത് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സപ്ലയർ അടയ്ക്കുന്നത് ആ പീരീഡിലെ ആനുവൽ റിട്ടേണിൽ കാണിക്കാനാണ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ടൈം ലിമിറ്റ്, റീക്ലെയിം ചെയ്യുന്നതിന് ടൈം ലിമിറ്റ് ഇല്ല. 37A റൂള് പ്രകാരം നമ്മൾ വിത്തിൻ ടൈം ലിമിറ്റ് റിവേഴ്സ് ചെയ്താൽ എപ്പോഴാണോ ആ ട്രാൻസാക്ഷൻ നമുക്ക് പേയ്മെന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ സപ്ലയർ അടയ്ക്കുകയോ ചെയ്യുന്ന അപ്പോഴേ മാത്രം നമുക്ക് റീക്ലെയിം ചെയ്താൽ മതി. അതിന് നമുക്ക് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് പീരീഡോ സ്പെസിഫൈഡ് പീരീഡോ ബാധകമല്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. അടുത്ത് നമ്മൾ മൂന്നാമത്തെ പോയിന്റിലോട്ടാണ് കടക്കുന്നത്, അഡ്വൈസറിയിലെ മൂന്നാമത്തെ പോയിന്റ്. കാരണം ഇങ്ങനെ ഒരു അഡ്വൈസറി 9-ാം തീയതി ഇറങ്ങുമ്പോൾ നമ്മൾ ഇത് കൺസിഡർ ചെയ്യാതെ ഇതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ അഡ്വൈസറിയിൽ പറയുന്ന രീതി ഇങ്ങനെയാണ്, ഇതിലിങ്ങനെയാണ് ഡിഫറൻസ് വരുന്നതെന്നുള്ളത് ഷെയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടത്തുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ എന്താണ് പറയുന്നത്? ഇൻവോയ്സ് ബിലോങ് ടു 23-24 ബട്ട് ഗുഡ്സ് നോട്ട് റിസീവ്ഡ് ഇൻ 23-24. ഗുഡ്സ് നമുക്ക് കിട്ടിയില്ല, ഇൻവോയ്സ് 23-24 Therefore ITC is claimed in table 4A5. but 4A5 GSTR 3Bയിൽ ഇത്
നമ്മൾ റിവേഴ്സ്ഡ് ഇൻ 4B2. 4B2ൽ നമ്മൾ റിവേഴ്സ് ചെയ്തു ആസ് പെർ ഗൈഡൻസ് ഓഫ് സർക്കുലർ 170. 170യുടെ സർക്കുലർ ഇതുമായിട്ട് 4B2ലും 4B1ലും ഇറക്കുന്നത് സംബന്ധിച്ച് നമുക്കൊരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സർക്കുലർ ഇതിൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ, ഈ 4ാമത്തെ പോയിന്റിൽ 4.3ൽ ഇവിടെ കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് 4B1 4B2ലൊക്കെ റിവേഴ്സ് ചെയ്യുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇതാണ് സർക്കുലർ 170. ഇത് 6 ജൂലൈ 2022ലാണ് ഇറങ്ങിയത്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സർക്കുലറിൽ പറയുന്നത് റീക്ലെയിംഡ് ആൻഡ് നെക്സ്റ്റ് ഇയർ 24/20 ടിൽ ദി സ്പെസിഫൈഡ് ടൈം പീരീഡ്, അതായത് നവംബർ 30-നുള്ള ഹൗ ടു റിപ്പോർട്ട് സച്ച് ട്രാൻസാക്ഷൻ. 23-24 നമുക്ക് ഗുഡ്സ് കിട്ടിയില്ല. ഇത് 4A5ൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നു. നമ്മൾ 4B2ൽ അത് റിവേഴ്സ് ചെയ്തു. സർക്കുലർ 170 പ്രകാരം ഇത് നമ്മൾ റീക്ലെയിം ചെയ്തത് 24-25ലാണ്. ഇതെങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്? ടാക്സ് പേയർ ഷാൾ റിപ്പോർട്ട് സച്ച് ITC റീക്ലെയിംഡ് ഇൻ ടേബിൾ 8C ആൻഡ് ടേബിൾ 30. അപ്പോൾ സിമ്പിളായിട്ട് അവർ പറഞ്ഞു ഇത് 8Cയിലും 13ലും കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത ആനുവൽ റിട്ടേണിൽ നമ്മൾ 6Hലും 7ലും ഒക്കെ ചെയ്താണ് ഇങ്ങനെ കാണിച്ചത്. എന്നാൽ ഈ ഒരു അഡ്വൈസറി പറയുന്നത് നിങ്ങൾ 8Cയിലും 13ലും മാത്രം കാണിച്ചാൽ മതി എന്നുള്ള രീതിക്ക് പറയുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഈ പർട്ടിക്കുലർ ക്ലയൻറ്റിന് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് 660,599, 1463 അങ്ങനെയാണ് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. എനിക്കിവിടെ ക്യാപിറ്റൽ ഗുഡ്സ് ഇല്ല. പിന്നെ എനിക്കൊരു RCM മാത്രമാണുള്ളത്. ആ RCM നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ കൃത്യമായി കുഞ്ഞു കുഞ്ഞു കോളങ്ങളായതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ നോക്കി കോളം മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് പേര് കോളം ISDയിൽ ടൈപ്പ് ചെയ്തു, ഇമ്പോർട്ടിൽ ടൈപ്പ് ചെയ്തു, അങ്ങനെയൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിനകത്ത് ഈ കോളം അറിയുന്ന മാത്രമേ പിന്നീട് ഒരു ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം കൃത്യമായിട്ട് ആ ടേബിളിൽ തന്നെ ഈ അൺരജിസ്റ്റേർഡ് പേഴ്സൺ റിവേഴ്സ് ചാർജ് ഇവിടെ ഞാൻ ഇൻപുട്ടിൽ ആ RCM ഞാൻ കാണിച്ചു. പിന്നെ നമ്മൾ 2 രീതിക്കാണ് ഇത് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ റീക്ലെയിം ചെയ്തത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത രീതിക്കാണെങ്കിൽ റീക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ RCMവും ഈ റീക്ലെയിം ചെയ്തതും പോയിട്ടുള്ള ഫിഗറാണ് നമ്മളിവിടെ 6Bയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ 6A തന്നെ ഇവിടെ 6Oയിൽ ടാലിയായി. ഞാനിത് സേവ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ എപ്പോൾ ചെയ്യുമ്പോഴും ഈ ITCയുടെ ഔട്ട്വേർഡിന് നമ്മൾ നോക്കിയില്ലെങ്കിൽ ITC നമ്മൾ കൃത്യമായി GSTR 3Bയുടെ സമ്മറിയും കൂടി എടുത്ത് വെച്ചിട്ടേ നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇവിടെ 660 വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു വ്യത്യാസം കണ്ടു. ITC 4B2ൽ ഞാൻ റിവേഴ്സ് ചെയ്തിട്ടുള്ളത് 120,699. എന്നാൽ ഞാനിവിടെ 6Hൽ അത് മുഴുവൻ ഞാൻ കാണിച്ചിട്ടില്ല. കാരണം അതിൽ കുറച്ച് ഭാഗം 24-25ലാണ് വന്നത്. അതാണ് നമ്മുടെ ഈ പോയിന്റ്. ഞാൻ ഇത്രയും മാത്രമേ റീക്ലെയിം ചെയ്തുള്ളൂ മാർച്ച് വരെ. അത് നമ്മൾ റീക്ലെയിം ചെയ്തത് കാണണമെങ്കിൽ ഈ ഒരു ടേബിളിൽ 4D1ലാണല്ലോ നമ്മൾ റീക്ലെയിം കാണിക്കുന്നത്. അപ്പോൾ 4D1ലാണ് നമ്മൾ 6Hൽ കാണിക്കേണ്ടത്. ഇവിടെ എന്താണോ റീക്ലെയിം ചെയ്തത് സേവ് ചെയ്തു. ഇനി 7ൽ പോവുകയാണെങ്കിൽ നമ്മൾ ആ ടോട്ടൽ റിവേഴ്സൽ നമ്മളിവിടെ കാണിക്കണം. അതായത് ഞാൻ 4B2ൽ എത്രയാണ് 120,699 ആണ്. 4B2ൽ എന്താണോ നമ്മൾ കാണിച്ചത് അതാണ് ഈ ഒരു
6H കാണിക്കേണ്ടത്. ഇവിടെ ഇന്നെലിജിബിൾ എനിക്ക് 2472 ഉണ്ടായിരുന്നു. റീക്ലെയിം ചെയ്യാനായിട്ട് ഞാൻ ഫുൾ റിവേഴ്സ് ചെയ്തത് ഇതാണ്. അപ്പോൾ ഇതെൻ്റെ 4C ആയിട്ട് ടാലി ആണോ 7J എന്ന് ഞാൻ ചെക്ക് ചെയ്യണം. 3B സമ്മറി എടുത്തു. 539,900 1435 അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുമായിട്ട് എനിക്കിവിടെ ടാലിയായി. ഞാൻ ഈ ടേബിളും സേവ് ചെയ്തു. ഇവിടെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സിനാരിയോയിൽ പറഞ്ഞ പോലെ 8A ഒക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ ഒരു 6842 ഞാൻ ക്ലെയിം ചെയ്തത് 24-25 അപ്പോൾ ഈ അഡ്വൈസറിയിൽ പറഞ്ഞതിന് പ്രകാരം ഗുഡ്സ് കിട്ടിയില്ല. എനിക്ക് 24-25 വന്നുള്ളൂ. ഞാൻ 8Cയിലും 13ലും കാണിച്ചു 6842. അപ്പോൾ എനിക്കിവിടെ ഒരു ഡിഫറൻസ് വന്നു. ഈ ഡിഫറൻസ് എന്താണ്? നമ്മുടെ 4B ഈ ഒരു റിവേഴ്സലാണ് അവിടെ ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ടോട്ടൽ റിവേഴ്സ് റീക്ലെയിം ചെയ്യാനായിട്ട് നമുക്കൊരു റീക്ലെയിം ചെയ്യാൻ നമ്മൾ റിവേഴ്സൽ ചെയ്തതാണ് 8D ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. സപ്പോസ് ഇവിടെ ഒരു റീസൺ കോളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ സുഖമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാമായിരുന്നു. ഇത് എൻ്റെ ടോട്ടൽ റിവേഴ്സൽ റീക്ലെയിം ചെയ്യാനായിട്ട് 23-24 ഞാൻ റിവേഴ്സ് ചെയ്ത ഫിഗർ ആണെന്ന് ടൈപ്പ് ചെയ്യാമായിരുന്നു. എന്നാൽ ഇത് അസസിങ് അതോറിറ്റി ഒരു ഡിഫറൻസ് കണ്ട ഉടനെ നമുക്ക് നോട്ടീസ് അയക്കും. അപ്പോൾ നമ്മളിത് പിന്നീട് വളരെ ബുദ്ധിമുട്ടി നമ്മുടെ എല്ലാ ഡീറ്റെയിലും കൊണ്ട് കാണിച്ചാണ് അവരെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മിസ്മാച്ചുകൾ വരാമെന്ന് ഈ അഡ്വൈസറി തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ 6Jയിൽ ഡിഫറൻസ് ഇല്ല. ഈ രീതിക്ക് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ രീതിക്കാണ് ചെയ്തത്. ഇനി ഈ അഡ്വൈസറി പറയുന്ന പ്രകാരം നമ്മൾ ഈ ഒരു മൂന്നാമത്തെ പോയിന്റിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ അഡ്വൈസറിയുടെ തന്നെ ഈ സെയിം കാറ്റഗറിയിൽ 5ാമത്തെ പോയിന്റ് എടുക്കൂ. Where to report the reclaim ITC for an invoice which belongs to financial year 23-24 and which is claimed, reversed and reclaimed in the same year. ആ വർഷം തന്നെ റീക്ലെയിം ചെയ്യുകയും റിവേഴ്സ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ആസ് ഓൾറെഡി ക്ലാരിഫൈഡ് ബൈ ദി CBSE പ്രസ് റിലീസ് 3rd July 2019 in the para K, it may be noted that the label in 6H clearly states that the information declared in 6H is exclusive of table 6B. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു പ്രസ് റിലീസിൽ പറഞ്ഞത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയണം. പാരാ കെയിൽ ഈ പറഞ്ഞ പ്രസ് റിലീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ പാരാ കെയിൽ എന്താണ് പറയുന്നത്? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ടേബിൾ 6B ആൻഡ് 6H. ഇപ്പം 6Bയിലും 6Hലും ഡ്യൂപ്ലിക്കേഷൻ വരുന്നത് കൊണ്ടാണ് നമുക്കിവിടെ നമ്മളിപ്പോൾ ചെയ്ത ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്തത്. 8Dയിലെ ഈ ഒരു ഡിഫറൻസിന് കാരണം നമുക്ക് എന്താണ്? 6Bയിലും ഉണ്ട് 6Hലും ഉണ്ട്. അപ്പോൾ ഇത് 8Aയിൽ ഒരു പ്രാവശ്യം ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തുള്ളൂ. എന്നാൽ 6Bയിലും 6Hലും ഇത് 2 പ്രാവശ്യമുണ്ട്. അതിൻ്റെ റീസൺ നമ്മൾ ആദ്യം ഇത് ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുമ്പോൾ 4B2യിൽ റിവേഴ്സ് ചെയ്യുന്നു. 4B2യിൽ രണ്ടാമത് റീക്ലെയിം ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ റീക്ലെയിം ചെയ്യുന്നത്. അത് 4D1ൽ കാണിക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യം ഇവിടെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരുന്നത്. അപ്പം അതിനെന്ത് സൊല്യൂഷനാണ്? ഇത് കച്ചവടക്കാർ ഇത് കംപ്ലൈൻറ്റ് ചെയ്തു. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദി ലേബൽ. അതുകൊണ്ട് അവർ പറയുന്നു 6H ഇൻക്ലൂസീവ് ടേബിൾ 6B ആണ്. Therefore, information of such input as credit is not to be declared in is to be declared in one of the row only. ഒരിടത്ത് മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫറൻസ് വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അഡ്വൈസറി പറയും. നമ്മൾ പോയിന്റ് നമ്പർ 5 ആണ് ഇപ്പം നോക്കുന്നത്. അഡ്വൈസറി പറയുന്ന രീതിക്ക് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുന്നു.
ഇവിടെ എല്ലാം നമ്മൾ മാറ്റി ടൈപ്പ് ചെയ്തു, നമ്മൾ ആ ഒരു RCM അടിച്ചു കൊടുത്തു. അപ്പോൾ ഏതെങ്കിലും ഒരു റോയിൽ കാണിച്ചാൽ മതി. അതായത് നമ്മൾ 660,599 എനിക്കിതായി. ഞാൻ ഈ ടോട്ടൽ റിവേഴ്സലിനെ അങ്ങ് കുറയ്ക്കുന്നു. 1,20,699 രൂപ കുറച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾ 6Bയിൽ ഒരു റോയിൽ 6Hൽ കാണിക്കണ്ട, ഒരു റോയിൽ കാണിച്ചാൽ മതി. ഇവിടെ മാത്രം കാണിച്ചാൽ മതി. ഇത് 6Hൽ കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അഡ്വൈസറി പറയുന്നത്. എന്നാൽ ഇവിടെ 6Jയിൽ ഡിഫറൻസ് വരും. 6Jയിൽ ഡിഫറൻസ് വരും. ഈ അഡ്വൈസറി പോയിന്റ് നമ്പർ 5 ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ 7ലും കാണിക്കണ്ടെന്ന് പറയുന്നുണ്ട്. Further, as the claim and reclaim is reported in only one row, therefore the same should not be reported in 7 table of GSTR 9 of 23-24 നമ്മൾ അതേ വർഷം ക്ലെയിം ചെയ്യുകയും റീക്ലെയിം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണ്ട എന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്തു. ഞാൻ അഡ്വൈസറി പറയുന്ന പോലെ ചെയ്ത് നോക്കാൻ പോകുന്നു. അത് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ഇന്നെലിജിബിൾ മാത്രമേ ഞാനിവിടെ കാണിച്ചുള്ളൂ. എന്നാൽ എനിക്ക് അഡ്വൈസറി കറക്റ്റാണ്. അഡ്വൈസറിയിൽ പറയുന്നത് ഈ ഒരു പോയിന്റ് എനിക്ക് ഈ 4CU ആയിട്ട് എൻ്റെ ടേബിൾ ഇവിടെ ടാലിയായി. 539 900 1435 എനിക്കിവിടെ ടാലിയായി. നമ്മളൊരു ഒറ്റ റോയിൽ മാത്രമേ കാണിച്ചുള്ളൂ. ഇനി ഞാൻ എൻ്റെ 8D അവിടെയാണല്ലോ നമ്മൾക്ക് പ്രശ്നം ഇരിക്കുന്നത്. അപ്പം 8Dയിൽ കണ്ടോ, ഇവിടെ ഡിഫറൻസ് വന്നില്ല. ഇതാണ് അഡ്വൈസറി പറഞ്ഞിരിക്കുന്നത്. പോയിന്റ് നമ്പർ 5, സെയിം വർഷം നമ്മൾ ക്ലെയിം ചെയ്തു, റിവേഴ്സ് ചെയ്തു, റീക്ലെയിം ചെയ്തു എല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിടത്ത് കാണിച്ചാൽ മതി. മറ്റ് 2 ടേബിളിൽ കാണിക്കുമ്പോൾ അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നത്, കാണിക്കേണ്ടത്. ഇത് നമ്മൾ സബ്സിക്വൻറ്റ് ഇയറിൽ പിന്നെ നമ്മൾ ക്ലെയിം ചെയ്തതാണ്. അതായത് നെക്സ്റ്റ് ഇയറിൽ 2Bയിൽ വന്നെങ്കിലും നമ്മൾ ക്ലെയിം ചെയ്തത് ഗുഡ്സ് വന്നത് നെക്സ്റ്റ് ഇയറിലായതുകൊണ്ട് സബ്സിക്വൻറ്റ് ഇയറിൽ ചെയ്തത്. അപ്പോൾ ഈ രീതിക്കാണ് അഡ്വൈസറി പറയുന്നത്. നമ്മൾ 6Bയിൽ നമ്മളിവിടെ ഈ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നതിൽ നിന്നും ടോട്ടൽ 4B2-ൽ എന്താണോ റിവേഴ്സ് ചെയ്തത് അത് മൈനസ് ചെയ്തിട്ട് ഇവിടെ 6Bയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ 6Jയിൽ ഡിഫറൻസ് വരും. എന്നാൽ എൻ്റെ 7J എന്ന് പറയുന്നത് എൻ്റെ 4C ആയിട്ട് ടാലി ആവും. അവിടെ 8Dയിൽ ഡിഫറൻസ് വരില്ല. 8Dയിൽ ഡിഫറൻസ് വരില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. ഈ സബ്സിക്വൻറ്റ് ഇയറിൽ ക്ലെയിം ചെയ്തത് ഓഫ് കോഴ്സ് നമ്മൾ 13ലും കൂടി കാണിക്കും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 13ലും കാണിക്കും. ഇതാണ് അഡ്വൈസറിയുടെ 5th പോയിന്റ്. അപ്പം നമ്മൾ 3ാമത്തെ പോയിന്റും പറഞ്ഞു, 5ാമത്തെ പോയിന്റും പറഞ്ഞു. ഗുഡ്സ് കിട്ടിയില്ല. സബ്സിക്വൻറ്റ് ഇയറിലാണെങ്കിൽ നമ്മൾ 8Cയിലും 13ലും കാണിക്കും. എന്നിട്ട് നമ്മൾ അതേ വർഷം തന്നെ നമ്മളെല്ലാം ചെയ്തു. ഗുഡ്സ് വന്നു, നമ്മൾ റിവേഴ്സ് ചെയ്തു, റീക്ലെയിം ചെയ്തു, റിവേഴ്സ് ചെയ്തു എല്ലാം ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 8D ഡിഫറൻസ് വരാതെ എന്ന് അഡ്വൈസറി പറയുന്നുണ്ട്. ഇത് നമുക്ക് നല്ലൊരു സൊല്യൂഷനാണ്. പിന്നെ അതിനകത്ത് നമുക്കൊരു മിസ്മാച്ച് വരാൻ ഒരു സാധ്യതയുള്ളത്, നമുക്കിവിടെ 7ൽ ഈ 3B ആയിട്ട് നമുക്ക് ഈ 7 കോളം റിവേഴ്സൽ ഇവിടെ വരില്ല. റിവേഴ്സൽ ഇവിടെ കാണിക്കാനായിട്ട് പറ്റില്ല. ഇവിടെ നമ്മൾ 4B2-ൽ റിവേഴ്സ് ചെയ്തു, എന്നാൽ നമ്മളുടെ ഇവിടെ നമുക്ക് റിവേഴ്സൽ കാണിക്കാനായിട്ട് കാണിച്ചാൽ നമ്മൾ ഈ അഡ്വൈസറി പറയുന്ന രീതിക്കല്ല, ആദ്യം പറഞ്ഞ രീതിക്ക് നിങ്ങൾ റിവേഴ്സൽ കാണിച്ച് ചെയ്യുന്നെങ്കിൽ 6Jയിൽ ഡിഫറൻസ് വരില്ല, 8Dയിൽ ഡിഫറൻസ് വരും. ഇവിടെ റിവേഴ്സൽ കാണിക്കാൻ പറ്റും. അഡ്വൈസറി പറയുന്നതാണെങ്കിൽ 6Jയിൽ ഡിഫറൻസ് വരും, ഇവിടെ റിവേഴ്സൽ കാണിക്കേണ്ട, 8Dയിൽ ഡിഫറൻസ് വരില്ല.
ഇത് ഒരു ലെങ്തി വീഡിയോ ആയിട്ട് തോന്നുന്നെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇത്രയും ഒരു ടെക്നിക്കാലിറ്റി ഇവിടെ ഷെയർ ചെയ്താൽ മാത്രമേ നമ്മൾക്കൊരു നോട്ടീസ് വന്നാലും അതിൻ്റെ റിപ്ലൈ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ ഏത് ട്യൂബിൽ വന്നു, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് എനിക്ക് ഡിഫറൻസ് വന്നു എന്നുള്ളത്. അടുത്ത നമ്മൾ ഇതിലെ 4th പോയിന്റ്, ഇൻവോയ്സ് ബിലോങ് ടു 22-23 വിച്ച് ഈസ് അപ്പിയറിംഗ് ഇൻ ദി ടേബിൾ 8A of GSTR 9 of 23-24 as the supplier would have reported the same in GSTR 1 after the due date of GSTR 1 for the tax period of March 23. How to report such transaction in the GSTR 9 of financial year 23-24. അതായത് 22-23 അത് 23-24 ഇത് നമുക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നത്. സപ്ലയർ വൈകി ചെയ്തതാണ്. അതെങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്? ദിസ് ഈസ് ദി ITC ഓഫ് ലാസ്റ്റ് ഇയർ 22-23. ഇത് 22-23 ITC ആണ്. അപ്പോൾ ഇത് GSTR 9 വാസ് ഓട്ടോ പോപ്പുലേറ്റഡ് ഇൻ 8A ഓഫ് 22-23 GSTR 9 8Aയിലാണ് ഇത് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഹെൻസ് aforesaid വാല്യൂ need not be reported in the 8C and 13. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. 22-23 എന്തായാലും നമ്മൾ 23-24 ATCയിലും 13ലും നമ്മൾ ടൈപ്പ് ചെയ്യില്ല. അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറയുന്നതാണ്. GSTR 9 എന്നിട്ട് ദിസ് ഈസ് ഇൻ ദി ലൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ 2A given in the notified form GSTR 9 which states that 4, 5, 6 and 7 should have the details of current financial year only. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ 4, 5, 6, 7 കോളം കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ മാത്രമേ നമ്മൾ ഡിക്ലെയർ ചെയ്യാവൂ. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഇതിവിടെ ഒന്ന് ചെയ്ത് നോക്കാം. എൻ്റെ 6th എടുത്തു. എനിക്കവിടെ ഒരു 6Cയിൽ RCM 2 രൂപ 10 പൈസയുണ്ട്. RCM പോയിട്ടുള്ളത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എനിക്ക് IGSTയിൽ മറ്റ് ഡിഫറൻസുകളില്ല. ഇവിടെ ഒരു ഡിഫറൻസ് വന്നതിന് കാരണം ഞാൻ ആ 2 രൂപ 10 പൈസ ഇവിടെ കുറവ് ചെയ്ത് കൊടുത്തില്ല. ആ ഡിഫറൻസ് മാറി. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇവിടെ 6th Jയിൽ ഒരു 673 രൂപ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണമാണ് ഇപ്പോൾ ഈ അഡ്വൈസറിയിലെ പോയിന്റിൽ 4ാമത്തെ പോയിന്റിൽ എൻ്റെ CGST SGSTയിൽ ഇവിടെ 4Aയിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ITCയിൽ 22-23 ഉണ്ടായി. 22-23 ITC 23-24 ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഈ ഒരു അഡ്വൈസറി പറയുന്നത് നമ്മൾ കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ 4, 5, 6 ടേബിളിൽ കറണ്ട് ഫൈനാൻഷ്യൽ ഇയർ മാത്രം നമ്മൾ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ 673 രൂപ ഇവിടെ നിന്ന് മൈനസ് ചെയ്തു. 6Bയിൽ നിന്നും 6Aയിൽ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വന്നത് ഞാനിവിടെ കുറവ് ചെയ്തു. ആ കുറവ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ 7Jയിൽ ഒരു നെഗറ്റീവ് ബാലൻസ് വന്നത്. ഇവിടെ എനിക്കൊരു ഇന്നെലിജിബിൾ ITC ഉണ്ട്. ഇവിടെ ഈ ഒരു ഡിഫറൻസ് ചിലർ ഇവിടെ ഈ ഒരു ഡിഫറൻസ് 673 രൂപ കുറയ്ക്കാനായിട്ട് ഇവിടെ 6th Mൽ കാണിക്കാറുണ്ട്.
അത് അവരവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ചെയ്യുക. ശരിക്കും ITC 01, 04 അങ്ങനത്തെ ഉള്ള ഡിസ്ക്ലോസ് ചെയ്യുന്ന ടേബിളാണ്. അവിടെ ആ ഒരു ബാലൻസ് നമുക്ക് തിരിച്ചറിയണം. ഈ ഒരു 673 രൂപ നമ്മളിവിടെ കുറച്ചതും ഇത് നെക്സ്റ്റ് ഇയർ ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു 6M ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എൻ്റെ ഈ ഒരു ടേബിൾ 8C ആയിട്ട് ഇവിടെ ഈ ഒരു ടേബിൾ 4C ആയിട്ട് ടാലിയായി. നമ്മൾ അടുത്ത ടേബിളിലോട്ട് 8ലോട്ട് കിടക്കാം. ടേബിളിൽ ഇവിടെ ഒരു പോസിറ്റീവ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ട്വിസ്റ്റ്. ആ ഒരു പോസിറ്റീവ് ബാലൻസ് വരാനുള്ള റീസൺ 8Aയിൽ 22, 23 ITC, 23, 24 ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 8Aയിൽ ഇവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആയത്. എന്നാൽ 8Bയിൽ നമ്മൾ 6Bയിൽ അത് കുറച്ചിട്ടാണ് ഇവിടെ കാണിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് ബാലൻസ് വന്നത്. സപ്പോസ് നമ്മൾ 6Bയിൽ അത് കുറയ്ക്കാതെ തന്നെ കാണിക്കുന്നു. അങ്ങനെ വരികിൽ അത് കുറയ്ക്കാതെ നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. അത് കുറച്ചിട്ടില്ലെങ്കിൽ നമുക്കിവിടെ 8Dയിൽ ഡിഫറൻസ് വരില്ല. കാരണം ഈ 8Aയിലും 8Bയിലും 673 രൂപ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചാൽ മാത്രമേ ഇവിടെ ബാലൻസ് വരുള്ളൂ. നമ്മൾ അങ്ങനെ തന്നെ അത് 6Bയിൽ കാണിക്കുവാണെങ്കിൽ ഇവിടെ ബാലൻസ് വരില്ല. നമ്മൾ അങ്ങനെ കാണിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ആനുവൽ റിട്ടേണിൽ 4th പോയിന്റിൽ പറയുന്നുണ്ട്, ടേബിൾ 4, 5, 6, 7 ഷുഡ് ഹാവ് ദി ഡീറ്റെയിൽസ് ഓഫ് കറന്റ് ഫൈനാൻഷ്യൽ ഉള്ളി. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അവിടെ കുറച്ചത്. ഇവിടെ ഈ ഒരു പോസിറ്റീവ് ബാലൻസ് വന്നത്. കാണിച്ചില്ലെങ്കിൽ അവിടെ ബാലൻസ് വരില്ല. പിന്നെ ഇവിടെ വേറെ റിവേഴ്സ് ചെയ്യുന്ന ഡീറ്റെയിൽസും നമുക്ക് സബ്സിക്വന്റ് ഇയറിൽ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് 12ലാണ് കാണിക്കേണ്ടത്. റിവേഴ്സൽ ഓഫ് ITC അവൈൽഡ് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയറിൽ വല്ലതും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 12ലാണ് കാണിക്കേണ്ടത്. അപ്പോൾ GST 9ാം തീയതി ഇറക്കിയ അഡ്വൈസറി പ്രകാരമുള്ള എല്ലാ സിനാരിയോസ് 5 പോയിന്റുകളും നമ്മളിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. ഓരോ സിനാരിയോയിലും എന്ത് ബാലൻസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റ് പോയിന്റ് ആണെങ്കിൽ അവിടെ 8D ഡിഫറൻസ് വരും. സെക്കൻഡ് പോയിന്റ് നമ്മൾ എപ്പോഴാണോ റീക്ലെയിം ചെയ്യുന്നത് 37A പ്രകാരം അപ്പോഴും ആ ഒരു വർഷം കാണിച്ചാൽ മതി. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ഡിഫറൻസ് ഇല്ലാതെ കാണിച്ചു. ഈ അഡ്വൈസറി പ്രകാരം 8Cയിലും 13ലും മാത്രം അങ്ങനെ കാണിച്ചു. പിന്നെ 22, 23 സബ്സിക്വന്റ് ആ വർഷം തന്നെ നമ്മുടെ കറണ്ട് ഫൈനാൻഷ്യൽ ഇയറിലെ ഡീറ്റെയിൽ മാത്രം എൻ്റർ ചെയ്താൽ പോസിറ്റീവ് ബാലൻസ് വരുന്നത് ചെക്ക് ചെയ്തു. 5ാമത്തെ പോയിന്റിൽ ഇതിൽ പറയുന്ന പ്രകാരം ഒരു റോയിൽ മാത്രം റീക്ലെയിം ചെയ്തത് കാണിക്കുകയും റിവേഴ്സലിൽ കാണിക്കാതെ വരികയും ചെയ്യുന്ന സമയത്ത് അവിടെ ബാലൻസ് വരില്ല. അപ്പോൾ ഇവിടെയൊക്കെ ബാലൻസ് വരും, എവിടെയൊക്കെ നെഗറ്റീവ് ബാലൻസ്, എവിടെയൊക്കെ പോസിറ്റീവ് ബാലൻസ്, എവിടെ ബാലൻസ് വരില്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്തു. ഈ ഒരു രീതിക്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അഡ്വൈസറി പ്രകാരം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് നിങ്ങളുടെ റീകൺസിലേഷനും നിങ്ങളുടെ ബുക്ക് ITC ഒക്കെ കറക്റ്റ് എങ്ങനെയാണോ ആ രീതിക്ക് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്കാലിറ്റി എന്നുള്ള ഒരു ക്ലിയർ പിക്ചറാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അത് വളരെ കൃത്യമായി തന്നെ ഈ ഒരു ടെക്നിക്കാലിറ്റി ഉൾക്കൊണ്ട് തന്നെ 2B വഴി ജനറേറ്റ് ചെയ്ത ITCയും ബുക്ക് ITC എവിടെയൊക്കെ എങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്തു, അതെങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അതിന് പ്രകാരം കൃത്യമായി നിങ്ങളുടെ GSTR 9 സബ്മിറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. മറ്റൊരു വാല്യുബിൾ വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.